പള്ളിക്ക് ഓപ്പോസിറ്റ് അവിടെയാണല്ലേ. എവിടെ ആ ബുദ്ധഗിരി. എന്തായാലും പൂക്കളോടുള്ള മനുഷ്യരുടെ കൗതുകം കുറയുന്നില്ല എന്നതുകൂടിയുണ്ട്. എനിക്കൊപ്പം ഒരു കുടുംബമുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? വള്ളത്തിലൊക്കെ കയറിപ്പോയി. നല്ല നല്ല പ്രകൃതിപരമായ നല്ല കാഴ്ചയായിരുന്നു. നല്ല ഇത്ര അടുത്തുള്ള സ്ഥലത്ത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമുണ്ടെന്ന് ഇതിന് വിചാരിച്ചില്ല. വീട് ഇവിടെ അടുത്ത് തന്നെയാണ്? അല്ല, ഞങ്ങളുടെ വീട് പുതുപ്പള്ളിയാണ്. പക്ഷേ ഈ ഭാഗത്തോടെ ആദ്യമായിട്ടാണ് വരുന്നത്. ചേച്ചിയായിരുന്നു പറഞ്ഞത് എനിക്ക് വരണമെന്ന് ഭയങ്കര നിർബന്ധം ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നാണെന്നൊക്കെ. അത്രയും താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ? ഞങ്ങൾ മസ്കറ്റിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ഒക്കെ കയറി നോക്കും ഈ ആമ്പൽ പൂക്കളും ഒക്കെ. വരുമ്പോൾ എന്തായാലും വന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലായിരുന്നു. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പൂക്കളുണ്ടോ എന്നുള്ളത്, എന്നാലും ഇങ്ങനെ ഓൺലൈൻ ഇതിനകത്ത് കണ്ടു. അപ്പം അങ്ങനെ വന്നതാണ്. ഈ ഇത് എല്ലാ തവണ നോക്കാറുണ്ടല്ലേ അമ്പല് വന്നോ എന്നുള്ള? അതെന്താ അതിനിടയ്ക്കുള്ള ഒരു ഫോട്ടോഗ്രാഫിക്കാണ്? എന്താ താല്പര്യം? അല്ല, അത് കാണാനുള്ള വന്ന് കാണണം, നേരിട്ട് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ്. നമ്മുടെ പുതുപ്പള്ളി പള്ളി അടുത്തുള്ള അമ്പലക്കുളത്തിലും കഴിഞ്ഞ 2 പ്രാവശ്യം പോയായിരുന്നു. അതും വളരെ നല്ല ഭംഗിയായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു. നമുക്ക് സാധാരണ കിട്ടാത്തൊരു വ്യൂ. ഞാൻ ഈ നാട്ടുകാരനാണ്. ഈ സ്ഥലം എന്ന് പറയുമ്പോൾ കോട്ടയത്തു നിന്ന് വളരെ അടുത്തുള്ളൊരു സ്ഥലമാണ്. ഏകദേശം ഒരു 5 കിലോമീറ്ററാണ് കോട്ടയം ടൗണിൽ നിന്നുള്ളത്. ഇതിൻ്റെ റൂട്ടെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ കോട്ടയം കഞ്ഞിക്കുഴി വളരെ പ്രധാനമായ ഒരു കേന്ദ്രമാണ്. കഞ്ഞിക്കുഴിയിൽ നിന്ന് 4 കിലോമീറ്ററേ ഉള്ളൂ ഈ പ്രദേശത്തേക്ക്. കോട്ടയം കൊല്ലാട് റൂട്ടിലാണ്. കൊല്ലാട് റൂട്ടിൽ ബോട്ടി ജെട്ടി എന്ന് പറയുന്ന ജംഗ്ഷനിൽ നിന്ന് നേരെ കിഴക്കോട്ട് വന്നു കഴിഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് വരാൻ സാധിക്കും. വളരെ പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു വരദാനമായിട്ട് വേണം നമുക്ക് ഈ ആമ്പൽ വസന്തത്തെ കാണാൻ. കാര്യം വർഷങ്ങൾക്ക് മുൻപ് ഇത് ഇവിടെ ഇല്ലായിരുന്നു. ഈ അടുത്ത നാളൊരു 5 വർഷമായി ഇത്രയ്ക്ക് ഭംഗിയോടുകൂടി ഈ ആമ്പൽപ്പൂക്കൾ ഇവിടെ വിരിയാൻ തുടങ്ങിയിട്ട്. അതിനോടനുബന്ധിച്ച് ചില വികസന പ്രവർത്തനങ്ങളൂടെ നടത്തുവാണെങ്കിൽ ഒരു സീസണൽ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. ഇവിടെ ഒരുപാട് പേര് 4-5 വർഷമായിട്ട് വരാറുണ്ട്. ഇവിടെ കൂടുതലായിട്ടും ഫോട്ടോഷൂട്ടാണ് കൂടുതലായിട്ടുള്ളത്. അതുപോലെ മോഡല്, വെഡ്ഡിങ് തുടങ്ങിയതാണ്. ഇത് കഴിഞ്ഞ 3-4 വർഷത്തേക്കാൾ അതിമനോഹരമായ രീതിയിലുള്ള ആമ്പലാണ് ഇപ്പം പൂത്തുലഞ്ഞ് നിൽക്കുന്നത്. ഇത് കാണുകയാണെങ്കിൽ കണ്ണിന് മാത്രമല്ല മനസ്സിനും ആനന്ദമേൽക്കുന്നതാണ് ഈ ആമ്പൽ വസന്തം കണ്ടു കഴിഞ്ഞാൽ. ഇത് കോട്ടയം ടൗണിൽ നിന്ന് കേക്ക റോഡ് വഴി കഞ്ഞിക്കുഴി വന്നിട്ട് ചിങ്ങവനം റൂട്ടിൽ വന്നിട്ട് ബോട്ടി ജെട്ടി കവലയിൽ നിന്ന് കിഴക്കോട്ട് 1 കിലോമീറ്റർ വരുമ്പോൾ സ്നേഹക്കൂട് അഭയകേന്ദ്രത്തിന് തൊട്ടടുത്തായിട്ടാണ് ഈ ആമ്പൽ വസന്തം നടക്കുന്നത്.